الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ജീവാവസാനം വരെ റബ്ബിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനം ചെയ്യുന്ന മുത്തഖീങ്ങളിൽ മുവഹ്ഹിദുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലെ 8-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ എന്റെ ഖുതുബകളിൽ ഓർമ്മപ്പെടുത്തിയത് തിന്മകളുമായി ബന്ധപ്പെട്ട മേഖലകളായിരുന്നു. തെറ്റുകളിലേക്ക് മനുഷ്യൻ പോവുക സ്വാഭാവികമായും മനസ്സ് കടുത്തു പോകുമ്പോഴാണ്. ഉപദേശങ്ങൾ ഏശാതിരിക്കുക, ഖുർആനിക വചനങ്ങൾക്ക് പോലും വഹ്യികൾക്ക് പോലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധം ഖൽബ് കടുത്തുപോകുമെന്നത് പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയ വചനമാണ്. മാത്രവുമല്ല സുമ്മ ഖസത് ഖുലൂബുഹും ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ എന്ന് മുൻകാല വേദക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കുന്നുണ്ട്. തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം നൽകപ്പെട്ട ആളുകൾ, അതുപ്രകാരം ജീവിച്ച തലമുറകൾ കഴിഞ്ഞുപോയി പിന്നീട് മാറി മാറി വന്നവർ ആ വേദഗ്രന്ഥമെല്ലാം കൈയൊഴുകയും ഗ്രന്ഥം പേറുന്ന കഴുതകളെപ്പോലെയായി മാറുകയും ചെയ്തവർ, അവരുടെ മനസ്സ് കടുത്തുപോയി. ഫഹിയ കൽ ഹിജാറ, അത് കല്ലുകളെപ്പോലെയായി മാറി. ഔ അശദ്ദ ഖസ്വ, അത് കല്ലുകളേക്കാളേറെ കടുപ്പമുള്ള കൽബുകളായി മാറി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കല്ല് വലിയ കടുപ്പമാണ്, എന്നാലും അടിച്ചു പൊട്ടിച്ച് തകർത്താൻ തകരാത്ത കല്ലുകൾ കുറവാണ്. ആ കല്ലുകളേക്കാൾ ഏറെ കടുപ്പമേറിയ കൽബുകളായി മാറുമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൽബുകളിൽ കറയായി പിടിക്കുന്നുവെന്ന് സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ആ മനസ്സിന്റെ കാഠിന്യം കുറക്കലാണ് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്നുള്ളത്.
മനസ്സിന്റെ കാഠിന്യം കുറയ്ക്കാൻ പ്രധാനപ്പെട്ട 4-5 വഴികളെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഏറ്റവും മുഖ്യമായ ഒന്നാണ് ദിക്റുൽ മൗത്ത്, മരണസ്മരണ എന്നുള്ളത്. മരിക്കുമെന്ന ഓർമ്മ. എനിക്ക് പോകേണ്ടതുണ്ട്, ഞാൻ യാത്രക്കാരനാണ്, ഇവിടെ കാലാകാലം നിൽക്കാനുള്ളവനല്ല, ആ യാത്ര നിർബന്ധമാണ് എന്ന ഓർമ്മ എപ്പോഴും കാത്തുസൂക്ഷിക്കുകയും തന്റെ കാര്യത്തിൽ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കൽബിന്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് രോഗികളെ പോയി കാണൽ, മയ്യിത്ത് അനുഗമിക്കൽ, ഖബർ സിയാറത്ത് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി സുന്നത്തായി വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചത്. രോഗിയെ കാണുമ്പോൾ കേവലം ഒരു രോഗിയെ കണ്ടുപോരുക എന്ന് മാത്രമല്ല, ചില പാഠങ്ങൾ സുന്നത്തിന് സ്വീകരിക്കാൻ അതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കും. ജനാസയെ അനുഗമിക്കൽ, ഇത്തിബാഉൽ ജനാസ, ജനാസയെ അനുഗമിക്കൽ, മയ്യിത്തിനെ കൂടെ പോകൽ, ആ മയ്യിത്ത് മുമ്പിൽ വെച്ച് നിസ്കരിക്കൽ, അതിന് കഫൻ ചെയ്യുന്നിടത്ത് കുളിപ്പിക്കുന്നിടത്തെല്ലാം ഭാഗവാക്കാവൽ, ആ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കുന്നിടത്തും ആ ഖബർ മൂടുന്നിടത്തുമൊക്കെ സന്നിഹിതമാവൽ, സാക്ഷിയാവൽ, അതിന് ഭാഗവാക്കാവൽ, എല്ലാവരും മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ്. മുമ്പൊക്കെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അബൂദർദാഹു ഒരു ജനാസ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന് ചോദിക്കുന്നു, മൻഹാന, ആരാണ് ഈ മയ്യിത്ത്, ആരെ മയ്യിത്താ കൊണ്ടുപോകുന്നത്? അദ്ദേഹം അന, അത് ഞാനാണ്, അത് ഞാനാണ്. നിങ്ങളോ? നിങ്ങളുണ്ടല്ലോ, അത് ഞാനാണ്, എന്റെ മയ്യിത്താണ് കൊണ്ടുപോകുന്നത്. ആ ഒരു ദിക്റുൽ മൗത്താണ്, മരണസ്മരണയാണ്. എപ്പോഴും ഞാൻ മരിക്കുമെന്ന, ഏത് സമയത്തും മരണം സംഭവിച്ചേക്കാമെന്ന ആ ഓർമ്മയാണ് ആ നിലക്ക് പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. ശേഷം അദ്ദേഹം പറഞ്ഞു, യഖൂലുല്ലാഹു തആല ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതുൻ. അല്ലാഹു തആല നബിയോട് പറഞ്ഞുവല്ലോ, ഇന്നക മയ്യിതുൻ, നബിയെ താങ്കൾ മയ്യിത്താണ്, വഇന്നഹും മയ്യിതുൻ, അവരും മയ്യിത്തുകളാണ്, അവരും മരിക്കുന്നവരാണ്, നിങ്ങളും മരിക്കുന്നവരാണ് എന്ന് അല്ലാഹ് പറഞ്ഞുവല്ലോ. ആ മയ്യിത്താണ് ഞാൻ എന്ന് ആയത്തോലിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ധാരാളമായി പറയുമായിരുന്നു, ഇദാ ദക്കർതൽ മൗത ഫഉദ്ദ നഫ്സക കഅഹദിഹിം. മരിച്ചവരെ പറ്റി നീ പറഞ്ഞാൽ, മരിച്ചുപോയ മനുഷ്യന്മാരെ കുറിച്ച് നീ സംസാരിച്ചാൽ, ഫഉദ്ദ നഫ്സക കഅഹദിഹിം, അവരിൽ ഒരാളെ പോലെ നീ നിന്നെ കണക്കാക്കണം. മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ ഒരാളായി നീ നിന്നെ കണക്കാക്കുക എന്ന് അദ്ദേഹം എപ്പോഴും നൽകുന്ന ഉപദേശങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. മരണത്തെ ഓർക്കൽ ഏറ്റവും നല്ല ചികിത്സയാണ്, ഏറ്റവും നല്ല പരിഹാരമാണ്. ഖൽബിന്റെ കട്ടി കുറയാൻ ഏറ്റവും നല്ല പരിഹാരം മരണസ്മരണ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പരാതി പറയുന്നു, ഖസ്വത്തുൽ ഖൽബ്, ഖൽബ് വല്ലാതെ കടുത്തുപോയിരിക്കുന്നു, അതിന് പലപ്പോഴും ഉപദേശം അങ്ങോട്ട് ഏൽക്കുന്നില്ല, ചിന്തകൾ ലഭിക്കുന്നില്ല, മനസ്സ് കടുത്തുപോയിട്ടുണ്ട് എന്ന് പരാതി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നൽകുന്ന പ്രതിവിധി അലൈക്കി ബിദിക്രിൽ മൗത്ത് എന്നാണ്. ഈ മരണസ്മരണയെ വർദ്ധിപ്പിച്ചോ, ധാരാളമായി മരണത്തെപ്പറ്റി ഓർത്തോ. അങ്ങനെ ഓർത്താൽ ഖൽബിന്റെ കട്ടി കുറയുമെന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം, فإنها تذكركم الآخرة أو فإنها تذكر الموت. മറ്റൊരു പോർട്ടിൽ فإنها ترق القلب, ഖൽബിന്റെ കട്ടി കുറയ്ക്കാൻ, ഖൽബിനെ മയപ്പെടുത്താൻ പറ്റിയ മാർഗമാണ് ഖബർ സന്ദർശിക്കൽ. മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ, പരലോകമെന്ന ബോധമുണ്ടാവാൻ ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഖബർ സന്ദർശിക്കലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. എപ്പോഴും അത് ഒരു ഓർമ്മയാണ്, തനിക്ക് തന്നെയുള്ള ഓർമ്മപ്പെടുത്തി. തിന്മയിലേക്ക് പോകുമ്പോൾ ഞാൻ മരിക്കുന്നവനാണ് എന്ന ഒരു തോന്നൽ, ഒരു ഹറാമിൽ ഇടപഴകുമ്പോൾ, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക ഞാൻ മരിച്ചാൽ എന്താ എന്റെ അവസ്ഥ എന്ന ഓർമ്മയുണ്ടെങ്കിൽ ഹറാമ് കാണാനാവില്ല. ഹറാമുകൾ കേൾക്കുമ്പോൾ, പൊതുവാസങ്ങളിൽ മുഴുകുമ്പോൾ, തെറ്റായ ചിന്തകളിൽ മുഴുകുമ്പോൾ, മോശപ്പെട്ട സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ, വേണ്ടാവൃത്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ, അത്തരം വഴികളിലൂടെ നടന്നു പോകുമ്പോൾ, ഈ അവസ്ഥയിൽ ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന ഓർമ്മയുണ്ടാകുമ്പോൾ
തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഏതു സമയത്തും മരണം വന്നേക്കാമല്ലോ. അത് പ്രത്യേകമായ സമയമൊന്നുമില്ല, പ്രായമൊന്നുമില്ല. ഏതു സമയത്തും മരണം വന്നേക്കാം. ആ മരണസ്മരണ തന്നെയാണ് ഏറ്റവും നല്ല ഉത്ബോധകൻ. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, മല്ലം യുൻദിറുഹു ബിഖ്തിറാബി അജ്രിഹി വഹ്യുൻ. ഒരാൾക്ക് തന്റെ ആയുസ് അവസാനിക്കാറായി എന്നതിന് വഹ്യവന് താക്കീതുകാരനാകുന്നില്ല എങ്കിൽ, അഥവാ ഖുർആൻ ആയത്ത് കേട്ടിട്ട് നബി തങ്ങളുടെ ഹദീസ് കേട്ടിട്ട് തന്റെ മരണത്തെപ്പറ്റി അവന് ബോധം വരുന്നില്ല എങ്കിൽ അവൻ സ്വീകരിക്കട്ടെ അൻദറഹു ശൈബു വസൽബു അഖ്റാനിഹി ബിൽ മൗതി. നര അവനൊരു താക്കീതുകാരനായി സ്വീകരിക്കട്ടെ. തന്റെ സമപ്രായക്കാരായ ആളുകൾ മരിച്ചു പോകുന്നത് ഒരു താക്കീതായി അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. നര ഒരു ഓർമ്മപ്പെടുത്തലാണ്. വജാഅകുമുൻ നദീർ എന്ന് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ആർത്തുവിളിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയുള്ള വചനമാണത്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാൻ ഗൈറ അല്ലദീ കുന്നാ നഅമൽ. നരകത്തിൽ കടന്ന് ആർത്തു വിളിച്ച് വാവിട്ട് കരയും, റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ ഒന്ന് പുറത്തേക്കാക്കി തരണേ, നഅമൽ സ്വാലിഹായ അമൽ ചെയ്യാൻ ഞങ്ങൾ, ഗൈറ അല്ലദീ കുന്നാ നഅമൽ, ചെയ്തിരുന്ന അമലല്ലാത്ത സ്വാലിഹായ അമലുകളെ ചെയ്യാൻ റബ്ബേ എന്ന് രക്ഷപ്പെടുത്താമോ എന്ന് നരകത്തിൽ കിടന്ന് ആർത്തു വിളിച്ച് വാവിട്ട് കരയുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദിർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന പ്രായം തന്നില്ലേ നാം നിങ്ങൾക്ക്? വജാഅകുമുൻ നദിർ, മുന്നറിയിപ്പ് വരികയും ചെയ്തില്ലേ? രണ്ട് കാര്യമാണ്. ഒന്ന്, വേണമെങ്കിൽ ചിന്തിക്കാവുന്ന പ്രായം തന്നു. 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടും ഇനിയും ചിന്തിച്ചിട്ടില്ല, ഇനിയും ആലോചിച്ചിട്ടില്ല എന്ന് പറയാൻ എന്തു ന്യായമാണ് നമുക്കുള്ളത്? പ്രായം തരിക മാത്രമല്ല, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകൾ, മുന്നറിയിപ്പുകൾ വരികയും ചെയ്തുവെന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. പ്രവാചകൻ നദീറാണ്, മുന്നറിയിപ്പുകാരനാണ്. ഈ സംസാരം പോലും എനിക്കുള്ള മുന്നറിയിപ്പാണ്, നമുക്കെല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ആ നദീറുകൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴായി ലഭിക്കുന്ന താക്കീതുകൾ, വാണിംഗുകൾ, മുന്നറിയിപ്പുകൾ അദ്ദേഹം അതിൽ പറയുന്നത് കാണാം. അശ്ശൈബു വൽ മറദ്, രോഗവും നരയും പോലും മുന്നറിയിപ്പാണ് എന്നാണ്. താടിയും തലയും നരച്ചു വരുന്നുവെങ്കിൽ അത് കറുപ്പിച്ച് കാണാതാക്കുകയല്ല വേണ്ടത്, അതൊരു വാണിംഗാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇതാ സമയമാകാറായി, പോകാനുള്ള സമയം അടുത്തു തുടങ്ങി എന്ന മുന്നറിയിപ്പാണ്. അവന്റെ തലയിലും താടിയിലും പ്രത്യക്ഷപ്പെടുന്ന വെളുത്ത രോഗങ്ങൾ, അതേപോലെ രോഗം ഒരു മുന്നറിയിപ്പാണ്. എന്നും ഈ ആരോഗ്യമുണ്ടാവില്ല, എന്നും ഇങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല, ഒരു മാറ്റം വരും, പോകേണ്ടി വരും, യാത്ര ചെയ്ത സമീപത്തെത്തിയിട്ടുണ്ട്, ഇതിന്റെ അവധിയായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് രോഗമെന്നാണ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി രേഖപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ രോഗം വന്നാൽ പോലും അദ്ദേഹം പറയുമായിരുന്നു, കുല്ലും ഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. പനി ബാധിച്ചാൽ അദ്ദേഹം പറയുന്ന വാക്ക് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതാണ്. എല്ലാ മനുഷ്യന്മാരും അതാ നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ്, സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തില്ല മരണമുണ്ട്. പക്ഷെ ആളുകൾ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഒരു പനി ബാധിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് പറയുന്ന വചനമായി ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം രോഗമുണ്ട്, മാരകമായ രോഗങ്ങൾ, ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പുള്ള രോഗങ്ങൾ ഉണ്ടായിട്ട് പോലും അമിത പ്രതീക്ഷയിലാണ് പലപ്പോഴും നമ്മളുള്ളത്. സാരമില്ല, ഏറ്റവും നല്ല ഡോക്ടറാണ്, ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ്, ഇഷ്ടം പോലെ പണമുണ്ട്, ഏത് ചികിത്സയും ചെയ്യാം, ഇതൊക്കെ മാറും, എത്ര പേർക്ക് മാറി എന്നൊക്കെയാണ് സമാധാനത്തിന് ആലോചിക്കുന്നത്. ആയിക്കോട്ടെ, വേണ്ട എന്നല്ല, പക്ഷേ അപ്പുറത്തേക്ക് കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു പക്ഷേ എനിക്കൊരു വാണിംഗ് ആയിരിക്കാം, ഈ രോഗം നമുക്ക് തന്നത് ഒരു വാണിംഗ്, മുന്നറിയിപ്പായിരിക്കാം, സമയം അടുത്തുവെന്നൊരു സൂചനയായിരിക്കാം അത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മുന്നറിയിപ്പിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്.
വാണിംഗ് ബോർഡുകൾ കാണുന്നതാണ് നമ്മൾക്ക് യാത്ര വേളകളിൽ. പല ഭാഗത്തും യാത്ര പോകുമ്പോൾ റോഡിൽ ബോർഡ് കാണും, റോഡ് അപകടത്തിലാണ്, പാലം അപകടത്തിലാണ്, സൂക്ഷിച്ചു പോകണം. എന്ത് ബോർഡ്, ഏത് ബോർഡ് എന്ന് പറഞ്ഞ് അവരങ്ങ് കടന്നു പോവുകയില്ല ചെയ്യുക. ഒന്ന് ശ്രദ്ധിക്കും, ഒന്ന് വേഗം കുറക്കും, ഒന്ന് നോക്കും, പോകാൻ കഴിയുമോ, വേറെ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, ഒറ്റ വണ്ടിയും കാണുന്നില്ലെങ്കിൽ തൽക്കാലം നിർത്തും, എന്തായാലും പോകുന്നില്ലല്ലോ, ഒന്ന് സുരക്ഷിതമാണോ യാത്ര നോക്കിയിട്ടേ പോകാറുള്ളൂ. രോഗം ഒരു വാണിംഗ് ബോർഡാണ്, നര ഒരു വാണിംഗ് ബോർഡാണ്, മുന്നറിയിപ്പ് വെക്കുന്ന ബോർഡാണ് നര എന്നുള്ളത്. ഇതാ ഒന്നാകെ വെളുത്തു, താടി വെളുത്തു, തലയിൽ വെള്ളമുടികൾ ധാരാളം വന്നു, സമയമായി പോകാറായി എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതേപോലെ രോഗം ഒരു ഓർമ്മപ്പെടുത്തലാണ്. സമപ്രായക്കാർ പലരും മരിച്ചു പോകുന്നു. നമ്മൾ അതേ പ്രായമുള്ളവർ, കൂടെ പഠിച്ചവർ, കൂടെ വളർന്നവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, മക്കളുടെ പ്രായം പോലും ഇല്ലാത്തവർ എല്ലാം മരിച്ചു പോകുന്നു. അതിനേക്കുൾ താക്കീതാവട്ടെ, വഹീവയ്ക്ക് താക്കീതാകുന്നില്ല എങ്കിൽ എന്നാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് അത് താക്കീതാകുന്നില്ല എങ്കിൽ, ഹദീസുകൾ കേട്ടിട്ട് അത് താക്കീതാകുന്നില്ല എങ്കിൽ, ഇതെങ്കിലും നീ താക്കീതായി സ്വീകരിക്കണേ എന്നാണ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ പഠിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ഇതിനേക്കാൾ നല്ല പരിഹാര മാർഗങ്ങൾ മറ്റൊന്നുമില്ല. തിന്മകൾ ധാരാളമുണ്ട് ജീവിക്കുന്ന ചുറ്റുപാടും, തിന്മകൾക്കിടയിലാണ്, തിന്മകൾ നിറഞ്ഞ ലോകക്രമത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും തിന്മകളാണ്, എല്ലാ ഭാഗത്തും തിന്മകളാണ്. ആയിക്കോട്ടെ, ആ തിന്മകൾക്ക് ജീവിക്കുമ്പോൾ ആ തിന്മ എന്നെ ബാധിക്കാതെ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന പരിഹാര മാർഗമാണ്, ഏറ്റവും നല്ല മാർഗമാണ് ഈ പറയപ്പെട്ട പോലെ മൗത്ത്, മരണത്തെപ്പറ്റിയുള്ള ഓർമ്മയെന്നാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. മുൻഗാമികൾ ധാരാളമായി അത്തരം അധ്യാപനങ്ങൾ സ്വയം സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രായം കൂടുമ്പോൾ ആ നിക്കുൽ മൗത്ത്, മരണസ്മരണ കുറച്ചുകൂടെ വർദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ദുനിയാവിന്റെ കാറ്റിലേക്ക് മുഴുകയല്ല വേണ്ടത്. 60, 70, 80 കഴിഞ്ഞാലും പിന്നെയും പുതിയ പുതിയ തലങ്ങൾ തേടിപ്പിടിച്ച് ദുനിയാവിൽ ഇനിയും കാലാകാലം ജീവിക്കുമെന്ന മട്ടിൽ ഇനിയും കുറെ മുന്നോട്ട് പോകുകയില്ല വേണ്ടത്. ആയിക്കോട്ടെ, അധ്വാനിക്കണ്ട എന്നല്ല, പണമുണ്ടാക്കണ്ട എന്നല്ല, പക്ഷേ സമയമായി തുടങ്ങി, യാത്രക്കുള്ള സമയമായി തുടങ്ങി, ഒരുങ്ങാനായി എന്ന ആ ചിന്തയുണ്ടാവുകയും അതിലേക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നിർവഹിക്കുകയും വേണ്ടതുണ്ട്. അതാണ് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. എവിടെയാണ് ശരി, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ എന്ന് മറ്റു സ്ഥലത്തല്ല പറഞ്ഞുവല്ലോ. കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ വലിയ കോട്ടക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചാലും ശരി, നിങ്ങൾക്ക് ആ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഒരു മരണം വരാതിരിക്കില്ല. ഒരു പ്രായം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല. എവിടെ വെച്ചാണോ ഒരാൾക്ക് മരണം നിശ്ചയിച്ചത്, ആ സ്ഥലത്ത് ആ സമയത്ത് അവൻ മരിച്ചേ പറ്റൂ. മരണമില്ലാത്തവൻ പടച്ചവർക്ക് മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യായവൻ അല്ലാഹുവാണ്, മറ്റാരും ഹയ്യായവനല്ല. എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, എല്ലാം തകരും. റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ബാക്കിയാവുക. ബാക്കി എല്ലാവരും, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, അല്ലാത്തവരാകട്ടെ, എല്ലാ സൃഷ്ടികളും മരിച്ചേ പറ്റൂ. ജനിച്ചവരെല്ലാം മരിച്ചേ പറ്റൂ. മലക്കുൽ മൗത്ത് അടക്കം മരിക്കുമെന്നാണ്. മലക്കുൽ മൗത്ത് വരെ ഏറ്റവും അവസാനമായി എല്ലാവരുടെയും റൂഹിനെ പിടിച്ച ശേഷം മലക്കുൽ മൗത്ത് റബ്ബിന്റെ മുമ്പിൽ വന്ന് പറയുന്ന രംഗം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ സുമറിന്റെ തഫ്സീർ രേഖപ്പെടുത്തി കാണാൻ കഴിയും. എല്ലാവരും റൂഹും പിടിച്ചു, ഇനി മലക്കുൽ മൗത്ത് മാത്രമേ ബാക്കിയുള്ളൂ. മലക്കുൽ മൗത്ത് റബ്ബിലേക്ക് വരും, റബ്ബേ ആരും ബാക്കിയില്ല, റഹമുറാഹിമിനായ നീയും ഞാനും മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലാത്ത എല്ലാവരും റൂഹിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ റബ്ബ് പറയും, നീയും മരിച്ചേ പറ്റൂ, മരണം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല. മലക്കുൽ മൗത്തും മരിക്കുമെന്നാണ്. പടച്ച റബ്ബ് മാത്രമാണ് ഹയ്യായി, മരണമില്ലാത്തവനായി, എന്നെന്നും ബാക്കിയുള്ളവനായി ഉണ്ടാവുക. ആ റബ്ബ് മാത്രമാണ്, അല്ലാത്ത ആർക്കും ഇവിടെ ശാശ്വതമില്ല. ഒരാളും ഈ ദുനിയാവിൽ കാലക്കാൻ താമസിക്കുന്നില്ല. ഉലൗകാനത്തുൽ ദുനിയാ, ഈ ദുനിയാവെല്ലാരും കാലാകാലം ഒരാൾക്ക് ഇവിടെ ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ശാശ്വതമാകേണ്ടി, പക്ഷെ ആ നബിതങ്ങളും ആയുസ്സെത്തിപ്പോൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ യാത്ര സത്യമാണ്, നിർബന്ധമാണ്. തിന്മയിലേക്ക് പോകാൻ മനസ്സാഗ്രഹിക്കുമ്പോ, നന്മയിലേക്ക് വരാൻ താല്പര്യക്കുറവ് അനുഭവപ്പെടുമ്പോൾ അവിടേക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. ഒരു യാത്രയുണ്ട്, ഒരു പോക്കുണ്ട്. മരണം സത്യമാണ്. ഒരു പക്ഷെ ഇന്നാവാം, ഈ ആഴ്ചയാവാം, ഈ മാസമാവാം, ഈ പ്രായത്തിലാകാമെന്ന
തിരിച്ചറിവുണ്ടാകുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. അതാ രക്ഷയ്ക്കുള്ള മാർഗം, ജീവിതം നന്നാവാനുള്ള വഴി. അതാണ് ആ ദിക്റുൽ മൗത്ത്, മരണസ്മരണ ജീവിതത്തിൽ എപ്പോഴും ധാരാളമായി വർദ്ധിപ്പിക്കുന്ന വിധങ്ങൾ പറഞ്ഞു. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും അവസാനിപ്പിക്കുന്ന മരണം, ആ മരണത്തെപ്പറ്റിയുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. എല്ലാ സുഖവും കഴിഞ്ഞതോടുകൂടി ദുനിയാവിൽ എന്തൊക്കെയുണ്ടെങ്കിലും, എത്ര വലിയ സൗകര്യങ്ങളും എത്ര വലിയ വീടും വാഹനങ്ങളും എല്ലാ സുഖസൗകര്യമുള്ളവരായും ശരി, മരിക്കുന്നതോടെ ദുനിയാവിൽ ആ സൗകര്യങ്ങൾ അവസാനിച്ചു. അതെല്ലാം അവസാനിപ്പിക്കുന്ന മരണം, അതേക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖീകളായി ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സൂചിപ്പിക്കപ്പെട്ട പോലെ മരണമെന്നത് ഏതു സമയത്തും കടന്നു വരാവുന്ന, ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകും. വിശിഷ്യ പ്രായം വർദ്ധിക്കുമ്പോൾ, രോഗം ബാധിക്കുമ്പോഴൊക്കെ ഒന്നുകൂടെ അതേക്കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. സുഫ്യാൻ സൗദി റഹിമഹുല്ലാഹ് പ്രഗൽഭനായ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽ മുൻപന്തിയിലുള്ളവരിൽപ്പെട്ടവരാണ് സുഫ്യാൻ സൗദി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, മൻ ബലഗ സിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ആ പ്രായം, അതിലേക്കൊരാൾ എത്തിയാൽ, 63 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഫൽയത്തഖിൽ ലിനഫ്സിഹി കഫന, തനിക്കൊരു കഫൻ തുണി അവൻ ഒരുക്കി വെക്കട്ടെ. അതൊരു ഓർമ്മയാണ്. കഫൻ തുണി ഒരുക്കി വെച്ചില്ലെങ്കിലും നമ്മൾ മരിച്ചാൽ കഫൻ ചെയ്യാതെ കൊണ്ടുപോകുന്നില്ല. പക്ഷെ 63 വയസ്സായി നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ ആയുസ് മാ ബൈന 60 വ 70, 60-നും 70-നും ഇടയിലാണ്. ചുരുക്കം ചിലർക്ക് അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കൊക്കെ കടക്കുകയും ചെയ്യും. ചിലപ്പോൾ 75 ആവും, 80 ആവും, 90 ആയേക്കാം, ചിലർ മുമ്പേ പോവുകയും ചെയ്തേക്കാം. ആവറേജ് ഈ ഉമ്മത്തിന്റെ ആയുസ് 60 മുതൽ 70 വരെ. നബി തങ്ങൾ വഫാത്തായത് 63-ലാണ്. സുദീഖ് വഫാത്തായത് 63-ലാണ്. ഇമാം ബുഖാരി വഫാത്തായത് 62-ലാണ്. ഇമാം ഷാഫി വഫാത്തായത് 54-ലാണ്. ഇമാം നബവി 45-ലാണ്. ഇമാം തബരി 91-ലാണ്. മുഹീദ്ദീൻ ശൈഖ് 90-ാമത്തെ വയസ്സിലാണ്. അത് വ്യത്യസ്തമായ പ്രായമുണ്ടാവാം. പക്ഷേ മൻ ബലഗ സിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ആയുസ് അതിലേക്കായി എത്തിയാൽ തനിക്കൊരു കഫൻ ഒരുക്കി വെക്കട്ടെ എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തും. ഒരു കഫൻ തുണി ഇടയ്ക്ക് വെച്ചാൽ അതൊരു ഓർമ്മയാണ്. ഒരുപാട് ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. 5 കൊല്ലം ടെക്സൈസ് ഒക്കെ പൂട്ടിയാലും നമ്മളാരും വസ്ത്രം എടുക്കാതെ നടക്കുന്നില്ല. അതിന് മാത്രമുള്ള ജോലികൾ കൈവശമുള്ള ആളുകൾ നമ്മൾക്ക് അൽഹംദുലില്ലാഹ് റബ്ബ് തന്ന നിഅമത്താണ്. പക്ഷെ ഒരു കഫൻ തുണി കൂട്ടത്തിൽ ഒരു 60 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 63 ആയാൽ ഒരു കഫൻ തുണി വാങ്ങി വെക്കട്ടെ എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യുനാദി മുനാദിൻ അബ്നാ അസ്-സിത്തീൻ ഉദ്ദു അൻഫുസകും ഫിൽ മൗത, 60 തികഞ്ഞവരെ നിങ്ങൾ നിങ്ങളെ മരിച്ചവരെ കൂട്ടത്തിൽ എണ്ണിക്കൊള്ളുക. അബ്നാ അസ്-സിത്തീൻ, 60ന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് തികഞ്ഞവരെ, 60 കഴിഞ്ഞവരെ നിങ്ങൾ പിന്നെ മരിച്ചവരെ കൂട്ടത്തിൽ നിങ്ങളെ എണ്ണിക്കൊള്ളുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അല്ലാത്തൊരു മരിക്കുക എന്നല്ല, മരിക്കാൻ പ്രായം ആവശ്യമില്ല. പക്ഷേ പ്രായം കൂടുമ്പോൾ കുറച്ചുകൂടെ ആ മരണസ്മരണ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു ഒരുക്കം ആവശ്യമുണ്ട്. എന്താ ഉള്ളത് എന്ന ഒരു ഒരുക്കം ഒന്ന് കണക്കെടുക്കുക. ഹാസിബു ഖബല അൻ തുഹാസബ്, നിങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കും മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യുക എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുമായി. വസീനു ഖബല അൻ തുസനു, നിങ്ങൾ തൂക്കപ്പെടും മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കം നോക്കുക. സാധാരണ ഒരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് അങ്ങനെയാണ്. ഗൾഫ് പോവുകയാണെങ്കിൽ വെട്ടിക്കെട്ടാൻ കൊണ്ടുപോയതല്ല, നമ്മൾ ആദ്യം തൂക്കി നോക്കും.
തൂക്കി നോക്കിയിട്ട് വെയിറ്റ് കൂടോ അത് എടുക്കോ അത് കറക്റ്റ് ആണോ ഉറപ്പെടുത്തിയിട്ട് ഇവിടെ അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടൊക്കെ യാത്ര പോകാറുണ്ട്. വെറുതെ പെട്ടും കെട്ടി പോക്കില്ല. അത് തൂക്കി നോക്കിയിട്ടാ പോകാം. അവിടെ തൂക്കമുണ്ട്. ആ തൂക്കത്തിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ അതിന് മുമ്പൊന്ന് തൂക്കാൻ നടക്കും. അവിടെ തൂക്കമുണ്ട്. ആ തൂക്കത്തിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ മുമ്പ് നമ്മളും തൂക്കണം. അപ്പൊ തൂക്കി സമാധാന കുഴപ്പമില്ല, കറക്റ്റാണ്. എന്നാലും ആ കറക്റ്റൊക്കെയാണ് അവിടുത്തെ ഒരു ബേജാർ എന്താവുക അത് കടന്നു പോകുമ്പോഴേ സമാധാനം. അതാണ് വസിനു, നിങ്ങൾ തൂക്കി നോക്കുക. ഖബല അൻ തുസനു, നിങ്ങൾ തൂക്കപ്പെടുന്നു. അമലുകൾ തൂക്കപ്പെടും പരലോകത്ത്, വ്യക്തികൾ തൂക്കപ്പെടും പരലോകത്ത്, നമ്മുടെ ഏടുകൾ തൂക്കപ്പെടും പരലോകത്ത്. അതിനു മുമ്പ് നമ്മൾ തൂക്കി നോക്കുക എന്താ എന്റെ അവസ്ഥ. ഇന്ന് പോയാൽ എന്താണ് ആ യാത്രയുടെ അവസ്ഥ ഉണ്ടാവുക? ഇന്ന് യാത്ര പോകേണ്ടി വന്നാൽ കൈവശം കൊണ്ടുപോകാൻ ലഗേജ് എന്താ അവസ്ഥ? എന്റെ ഈമാൻ എങ്ങനെയാണ്? വിശ്വാസം എങ്ങനെയാണ്? തൗഹീദ് എങ്ങനെയാണ്? എന്റെ അഖീദയുടെ അവസ്ഥ എന്താണ്? എന്റെ അമലുകളുടെ അവസ്ഥ എന്താണ്? ഹിന്മകൾ മാത്രമാണ്? തൗബ ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് പൊറുക്കൽ തേടിയിട്ടുണ്ടോ എന്ന ആ തിരിച്ചറിവ് അപ്പൊ സ്വാഭാവികമായിട്ടും വരും. അതാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യും മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തുക. വസീനു ഖബ്ല അൻ തുസനു, നിങ്ങൾ തൂക്കപ്പെടും മുമ്പ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് തൂക്കി നോക്കുക. അതാണ് എപ്പോഴും അനിവാര്യമായിട്ട്. അപ്പൊ ആ ഒരു ഒരുക്കം സഹോദരങ്ങളെ അനിവാര്യമാണ്. എപ്പോഴും ഒരുങ്ങുക, എപ്പോഴും ഒരു എപ്പം വിളിച്ചാലും പോകാൻ പോയേ പറ്റുമല്ലോ. അതുകൊണ്ട് ആ പോക്കിനുള്ള ഒരുക്കം അതാണ് ഏറ്റവും പ്രധാനം. മരണത്തെ വെറുക്കാൻ നിമിത്തമായേക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കിയാൽ പിന്നെ എനിക്ക് മരണം പ്രശ്നമല്ല എന്ന് മുൻഗാമികൾ പഠിപ്പിക്കുന്നു. മരിക്കാൻ മടിയുണ്ടാവാൻ ചില കാരണം ഉണ്ടാവും, മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാകും. അത് ഒഴിവാക്കിയാൽ മതി. അത് ഒഴിവാക്കി പിന്നെ പ്രശ്നമില്ല. ദുനിയാവിന്റെ അമിതമായ മോഹങ്ങൾ, അമിതമായ സ്വപ്നങ്ങൾ അതൊക്കെ കൺട്രോൾ ചെയ്താൽ പിന്നീട് പ്രയാസമൊന്നുമില്ല. അത് എപ്പോഴും ഞാൻ മരിക്കുമെന്ന ഓർമ്മയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും. അൽ കയ്യിസ് മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദ. അവനാണ് ബുദ്ധിമാൻ. സ്വന്തത്തെ കീഴ്പ്പെടുത്തുകയും മരണശേഷമുള്ളതിന് വേണ്ടി ഒരുങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവനാണ് അൽ കയ്യിസ്, ബുദ്ധിമാൻ. അല്ലാത്തൊരു പോയത്തക്കാരനാണ്. തോന്നിയ പോലെ ജീവിക്കുക, എന്തും കാട്ടിക്കൂട്ടുക, എന്നിട്ട് കുറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക. അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു മുസ്ലിം പറഞ്ഞതൊന്നും പാലിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, തോന്നിയ പോലെ ജീവിക്കുന്നു. പടച്ച റബ്ബിന്റെ പേര് കുറെ പ്രതീക്ഷകൾ വെക്കുന്നു. ആ പ്രതീക്ഷ കൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്രതീക്ഷകൾ തകർക്കുകയുള്ളൂ, നശിപ്പിക്കുകയുള്ളൂ തന്നെ. എന്നാൽ ചെയ്യാതെ ചെയ്യുകയും എന്നിട്ട് പടച്ച റബ്ബിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി. അല്ലാഹ് എന്താണോ കൽപ്പിച്ചത്, പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത്, അത് അമൽ ചെയ്യുന്ന പ്രാവർത്തികമാക്കുന്നു. അതോടൊപ്പം പടച്ച റബ്ബിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ദുനിയാവിനൊരു യാത്രയുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ യാത്ര എപ്പോഴുമാകാം. ഇന്നും മരിച്ച മനുഷ്യന്മാരുണ്ട്, ഇന്നലെയും മരിച്ച ആളുകളുണ്ട്. ഒന്നിലേറെ മരണവാർത്തകൾ കേട്ടവരാണ് ഇന്നത്തെ ദിവസം പോലും നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പേര് വെച്ച്, നമ്മുടെ പേര് വെച്ചുകൊണ്ട് ഒരു മരണവാർത്ത വരുമെന്നത് നാം ഉറപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കം നിർവഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.